യുക്രൈൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ മലയാളിയടക്കം 10 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ കാസർഗോഡ് സ്വദേശി അഖിൽ ജോയലും കപ്പലിലുണ്ടായിരുന്നത് ഇന്ത്യൻ സിറിയൻ നാവികർ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സിജെപി മാർച്ചിൽ സ്തംഭിച്ച് രാജ്യ തലസ്ഥാനം. പാർലമെന്റിലേക്ക് നടത്തിയ സൻസദ് ചലോ മാർച്ചിന് നേരെ ജലപീരങ്കിയും കണ്ണീർ വാതകവും. ജന്തർ മന്ദറിലെ പ്രതിഷേധ പന്തൽ പൊളിച്ചു നീക്കി പോലീസ്. പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി ജെ.പി. നദ്ദ. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി ധർമ്മേന്ദ്ര പ്രധാൻ. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ എം.കെ. റാമിനെ ഹാജരാക്കിയ തലശ്ശേരി കോടതിയിൽ നാടകീയ രംഗങ്ങൾ. കോടതി ജാമ്യത്തിൽ വിട്ട ഡോക്ടർ റാമിനെ കോടതി വളപ്പിൽ വെച്ച് വീണ്ടും അറസ്റ്റ് ചെയ്ത് പോലീസ്. അന്വേഷണത്തിന് പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം. കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ചർച്ച ഫലം കണ്ടു. ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം നൽകും. എക്സ്പീരിയൻസ് റിലീവിംഗ് സർട്ടിഫിക്കറ്റുകൾ ഒരാഴ്ചയ്ക്കകം. അതായത് ആദ്യം കൊടുത്ത 2 മാസം കൂടാതെ ഗ്രോസ് സാലറി 5 മാസത്തേക്കുള്ളത് 26-ാം തീയതി തന്നെ കൊടുക്കാമെന്ന് കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ചയ്ക്കുള്ളിൽ. തീരുമാനത്തിൽ സന്തോഷമെന്ന് ജീവനക്കാർ. സന്തോഷം. നിയമലംഘനത്തെ നിയമം കൊണ്ട് തന്നെ നേരിട്ടു എന്നുള്ളതാണ് അതിലേറ്റവും ഒരു സന്തോഷം. കേരള ഗവൺമെന്റ്, പ്രതിപക്ഷ പാർട്ടികള്, തൊഴിലാളി യൂണിയനുകള്, മീഡിയ കവറേജ് എല്ലാം തന്നെ ഈ ഒരു സക്സസ്ഫുള്ളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിലെ മുഖ്യമന്ത്രി കെ.എസ്.യു ഭിന്നതയിൽ മഞ്ഞുരുകുമോ? ആഴ്ചകൾ നീണ്ട തർക്കത്തിനൊടുവിൽ വി.ഡി. സതീശനുമായി കൂടിക്കാഴ്ച നടത്തി കെ.എസ്.യു നേതാക്കൾ. പോസിറ്റീവായ തീരുമാനം പ്രതീക്ഷിക്കുന്നതായി അലോഷ്യസ് സേവ്യർ. സർക്കാർ നിലപാട് മാറ്റിയേക്കില്ലെന്ന് സൂചന. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ടോർച്ച് വെളിച്ചത്തിൽ. രോഗികൾ വലഞ്ഞത് തിരുവനന്തപുരം പാലോട് സർക്കാർ ആശുപത്രിയിൽ. വൈദ്യുതി മുടക്കം ആവർത്തിച്ചാൽ ജനകീയ സമരത്തിലേക്ക് പോകേണ്ടിവരുമെന്ന് ഡിവൈഎഫ്ഐ.